തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായത് പുലർച്ചെ 4 മണിയോടെ. തുടക്കം മുതൽ ഒടുക്കം വരെ പോലീസിന് എല്ലാവിധ പിന്തുണയുമായി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും. പോലീസിനൊപ്പം ഉറക്കമൊഴിച്ച് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒപ്പം നിന്നതോടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് പുലർച്ചെ 4 മണിക്കെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ പോലീസിന് സാധിച്ചത്. 20,000-ലധികം ലിറ്റർ സ്പിരിറ്റാണ് കൊളപ്പുറം ജംഗ്ഷനിൽ ഇന്നലെ പിടികൂടിയത്. കർണാടകയിൽ നിന്നാണ് സ്പിരിറ്റ് കൊളപ്പുറം വരെ എത്തിയത്. എന്നാൽ ഇതിനിടയിൽ ഒരു ചെക്ക് പോസ്റ്റിലും ഇവർ പിടിക്കപ്പെട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. കർണാടകയിൽ നിന്നെത്തിയ ചരക്ക് ലോറിയിൽ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കേസിൽ ഡ്രൈവറെയും ക്ലീനറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർ കോയമ്പത്തൂർ, അണ്ണാമലൈ, അമ്പരപ്പാളൻ, വളക്കൊമ്പ്, കാമാക്ഷി അമ്മൻ കോവിൽ സ്വദേശി അൻപളകൻ, ക്ലീനർ പാലക്കാട്, പെരുമട്ടി, ചിറ്റൂർ, മീനാക്ഷിപുരം സ്വദേശി ഫക്കീർ മൊയ്തീൻ എന്നിവരെയാണ് പിടികൂടിയത്. ഫക്കീർ മൊയ്തീൻ്റെ ബന്ധു പൊള്ളാച്ചി സ്വദേശി അബ്ദുൽ ഖാദറിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ലോറി. ഫക്കീർ മൊയ്തീൻ നേരത്തെയും സ്പിരിറ്റ് കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അതേസമയം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഏറെ സമയമെടുത്തു. രാത്രിയിലും പിറ്റേ ദിവസം പുലർച്ചെയുമായി നാട്ടുകാരും പോലീസും സന്നദ്ധ പ്രവർത്തകരും ഉറക്കമൊഴിച്ചാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ബുധനാഴ്ച രാവിലെ 7 മണിക്കാണ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ട കൊളപ്പുറം ജംഗ്ഷനിൽ വെച്ച് അരങ്ങേറിയത്. പാലക്കാട് SP-യുടെ ഡാൻസ് ഓഫ് ടീമിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഡാൻസ് ഓഫ് സംഘവും തിരൂരങ്ങാടി പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. നെല്ലിൻ്റെ പതിരും സോപ്പ് പൊടിയും പ്ലാസ്റ്റിക് ചാക്കിലാക്കി മുകളിലിട്ട് അതിൻ്റെ മറവിൽ സ്പിരിറ്റ് കടത്തിയ സംഘം കിലോമീറ്ററുകൾ താണ്ടി കൊളപ്പുറത്തെത്തിയപ്പോഴാണ് പിടിയിലാകുന്നത്. ലോറിയുടെ പിറകുവശം ടാർപ്പായ കൊണ്ട് മറച്ച നിലയിലായിരുന്നു. ടാർപ്പായ നീക്കിയാൽ തന്നെ പ്ലാസ്റ്റിക് കന്നാസുകൾ കാണാമായിരുന്നു. എന്നാൽ കർണാടകയിൽ നിന്ന് കൊളപ്പുറത്ത് എത്തുന്നതുവരെ ചെക്ക് പോസ്റ്റിലോ മറ്റു പരിശോധനാ സ്ഥലത്തോ ഇവർ പിടിക്കപ്പെട്ടില്ല. കർണാടകയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സ്പിരിറ്റ് എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞ മൊഴി. 35 ലിറ്ററിൻ്റെ 626 കന്നാസുകളിലായി 20,032 ലിറ്റർ സ്പിരിറ്റാണ് ഇവർ കടത്താൻ ശ്രമിച്ചത്. ഇവ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി കന്നാസുകൾ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനും പരിശോധിക്കുവാനും നാട്ടുകാരായ യുവാക്കളാണ് സഹായിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഏറെ സമയമെടുത്തിരുന്നു. ലോറിയിൽ നിന്ന് പിടികൂടിയ സ്പിരിറ്റ് പുറത്തിറക്കി കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ച് സാമ്പിൾ ശേഖരിച്ച് രേഖകൾ തയ്യാറാക്കി സീല് വെച്ച് കഴിയുന്നത് പുലർച്ചെ 4 മണിയോടെയാണ്. ലോറിയിൽ നിന്ന് മുഴുവൻ കന്നാസുകളും ഇറക്കി വെച്ചപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. തുടർന്ന് സ്പിരിറ്റ് സാമ്പിൾ ശേഖരിച്ച് കന്നാസുകൾ സീല് ചെയ്തു. നാട്ടുകാരുടെ സഹായത്തോടെയാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്ന കന്നാസുകൾ ഇറക്കിയത്. തുടർ നടപടികൾ ചെയ്യാൻ തിരൂരങ്ങാടി പോലീസ് പൂർണ്ണമായും ഉണ്ടായിരുന്നുവെങ്കിലും പോലീസ് തികയാതെ വന്നതോടെ പരപ്പനങ്ങാടി, താനൂർ, കൽപ്പകഞ്ചേരി, AR ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിന്നും പോലീസ് സംഘവും എത്തിയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. നാട്ടുകാരുടെ പൂർണ്ണ സഹകരണവും ഉണ്ടായിരുന്നു. വെളിച്ച സംവിധാനമെല്ലാം ഒരുക്കി. കന്നാസുകൾ പരിശോധിക്കുന്നതിനായി കന്നാസുകൾ നീക്കം ചെയ്യാനുമെല്ലാം നാട്ടുകാർ തന്നെയായിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. പോലീസിനാവശ്യമായ വെള്ളവും ഭക്ഷണവുമെല്ലാം നാട്ടുകാർ യഥാസമയം എത്തിച്ചു നൽകി. സമീപത്തെ ന്യൂ ലുക്ക് ഹോട്ടൽ ഉടമ ഹോട്ടലിൽ സൗകര്യം ഏർപ്പെടുത്തിയതിനാൽ ഹോട്ടൽ ഓഫീസായി ഉപയോഗപ്പെടുത്തിയാണ് പോലീസ് രേഖകൾ തയ്യാറാക്കിയത്. ആക്സിഡന്റ് റെസ്ക്യൂ, ട്രോമ കെയർ പ്രവർത്തകരും നാട്ടുകാരും തുടങ്ങി വിവിധ സന്നദ്ധ പ്രവർത്തകരാണ് ഗതാഗതം നിയന്ത്രിക്കുവാനും പോലീസിനാവശ്യമായ സഹായം ചെയ്തു കൊടുക്കുവാനും ഉണ്ടായിരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയ്ക്ക് നാട്ടുകാരുടെ പിന്തുണയോടെ തിരൂരങ്ങാടി പോലീസിനും അഭിമാന നേട്ടമായി. തിരൂരങ്ങാടി ഇൻസ്പെക്ടർ B. പ്രദീപ് കുമാർ, SI സാം ജോർജ്, ബിജു, സതീശൻ, ASI മഞ്ജുഷ, സുബേർ, സുജാത, SCPO ജിഷോർ, ജയേഷ്, ഷെമിത്ലാൽ, ഷജിൻ ഗോപിനാഥ്, ധീരജ്, CPO ഫാരിസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനയും തുടർ നടപടികളും നടന്നത്. താനൂർ DYSP പായസ് ജോർജ്, CI സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.